ആയുധങ്ങളുണ്ട്, ശതകോടികളുടെ പ്രതിരോധ ബജറ്റുമുണ്ട്. പക്ഷെ യുദ്ധം വന്നാൽ തോക്കിലിടാൻ വെടിയുണ്ടയോ ടാങ്കിനോടാൻ ചെറിയൊരു സ്പെയർ പാർട്സോ ഇല്ല. കേൾക്കുമ്പോൾ തമാശയായി തോന്നാമെങ്കിലും യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ജർമ്മനി ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ നാണക്കേടാണിത്. യുക്രൈൻ യുദ്ധത്തിന് ശേഷം യൂറോപ്പിൽ സുരക്ഷാഭീതി ഉയർന്നപ്പോൾ ചാൻസലർ ഫെഡറിക് മെർസ് പ്രഖ്യാപിച്ചത് ജർമ്മനി യൂറോപ്പിന്റെ രക്ഷകരാകുമെന്നാണ്. ജർമ്മൻ സൈന്യത്തെ ഭൂഖണ്ഡത്തിലെ ഏറ്റവും കരുത്തുറ്റ പരമ്പരാഗത സൈനിക ശക്തിയാക്കുമെന്ന ഉറച്ച തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ കരിനിഴൽ വീഴുന്നത്. എത്ര വലിയ ആയുധങ്ങൾ ഉണ്ടായിട്ടും അടിസ്ഥാനപരമായ കാര്യങ്ങളിലെ ഈ വൻ പരാജയം ജർമ്മൻ സൈന്യത്തിന്റെ പ്രവർത്തനക്ഷമതയെ പൂർണ്ണമായി തളർത്തിക്കളഞ്ഞിരിക്കുന്നു. സ്പെയർ പാർട്സുകളുടെ കടുത്ത ക്ഷാമം എന്ന ഈ വലിയ പ്രതിസന്ധി ജർമ്മനിയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഈ ആഭ്യന്തര പ്രശ്നം യൂറോപ്പിന്റെ മൊത്തം സുരക്ഷയെ അപകടത്തിലാക്കുമോ? ഞെട്ടിക്കുന്ന ആ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ജർമ്മൻ സായുധ സേനയുടെ പ്രധാന അറ്റകുറ്റപ്പണി സ്ഥാപനമായ HIL തയ്യാറാക്കിയ ആഭ്യന്തര രേഖകളെ അടിസ്ഥാനമാക്കി ജർമ്മൻ മാധ്യമങ്ങളായ സുഡെയ്ച്ചെ സെറ്റുംഗ്, WDR, NDR എന്നിവ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകൾ അനുസരിച്ച് ജർമ്മൻ സൈന്യത്തിന്റെ പ്രധാന ഹെവി ഉപകരണങ്ങളിൽ വലിയൊരു വിഭാഗം ഇപ്പോൾ അറ്റകുറ്റപ്പണികൾക്കായി പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. യുദ്ധഭൂമിയിൽ നിർണായക പങ്കുവഹിക്കുന്ന PZH-2000 സെൽഫ് പ്രൊപ്പൽ ഹെവിറ്റ്സറുകൾ, മാർഡൻ ഇൻഫൻട്രി ഫൈറ്റിംഗ് വാഹനങ്ങൾ, ബോക്സർ കവചിത വാഹനങ്ങൾ എന്നിവയിൽ പകുതിയോളം മാത്രമാണ് നിലവിൽ പൂർണ്ണമായി പ്രവർത്തന സജ്ജമായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇത് വെറും സാങ്കേതിക പ്രശ്നമല്ല. ആധുനിക യുദ്ധങ്ങളിൽ ഒരു സൈന്യത്തിന്റെ ശക്തി നിർണ്ണയിക്കുന്നത് ആയുധങ്ങളുടെ എണ്ണമോ സൈനികരുടെ എണ്ണമോ മാത്രമല്ല, ആ ആയുധങ്ങൾ എത്ര വേഗത്തിൽ പ്രവർത്തന സജ്ജമാക്കാൻ കഴിയുമെന്നതും അത്രത്തോളം പ്രധാനമാണ്. ഒരു ടാങ്കോ കവചിത വാഹനമോ ഹോവിറ്റ്സറോ കേടായാൽ അതിനാവശ്യമായ സ്പെയർ പാർട്സ് ലഭിക്കാതെ മാസങ്ങളോളം വർക്ക്ഷോപ്പിൽ കിടക്കേണ്ടി വന്നാൽ അത് യഥാർത്ഥത്തിൽ സൈനിക ശേഷി നഷ്ടപ്പെടുന്നതിന് തുല്യമാണ്. HIL റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം ദീർഘകാല വിതരണ കരാറുകളുടെ അഭാവമാണ്. ആവശ്യമായ സ്പെയർ പാർട്സ് മുൻകൂട്ടി ഉറപ്പാക്കാനുള്ള സംവിധാനങ്ങൾ പര്യാപ്തമല്ലാത്തതിനാൽ ഉപകരണങ്ങൾ കേടാകുമ്പോൾ ആവശ്യമായ ഭാഗങ്ങൾ ലഭിക്കാൻ വലിയ താമസം നേരിടുന്നു. ഇതിന്റെ ഫലമായി നിരവധി സൈനിക വാഹനങ്ങളും ആയുധ സംവിധാനങ്ങളും ദീർഘകാലം അറ്റകുറ്റപ്പണികളിൽ കുടുങ്ങി കിടക്കുകയാണ്. ചില നിർണായക ആയുധ സംവിധാനങ്ങളുടെ പ്രവർത്തന സജ്ജതയിൽ സ്ഥിരമായ നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരാമെന്ന മുന്നറിയിപ്പും റിപ്പോർട്ടിലുണ്ട്. പ്രശ്നം കൂടുതൽ ഗുരുതരമാകുന്നത് സൈനികാഭ്യാസങ്ങൾക്ക് ശേഷമാണ്. പരിശീലനങ്ങളിലും യുദ്ധസന്നാഹങ്ങളിലും വ്യാപകമായി ഉപയോഗപ്പെടുന്ന ഉപകരണങ്ങൾക്ക് സ്വാഭാവികമായി കൂടുതൽ അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വരും. എന്നാൽ റിപ്പോർട്ടുകൾ പ്രകാരം ചില സാഹചര്യങ്ങളിൽ സൈനികാഭ്യാസങ്ങൾക്ക് ശേഷം പ്രവർത്തനക്ഷമമായ ഹെവി ഉപകരണങ്ങളുടെ ശതമാനം 30% താഴാൻ സാധ്യതയുണ്ട്. യുദ്ധ സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു രാജ്യത്തിന് ഇത് വളരെ വലിയ വെല്ലുവിളിയാണ്. ഈ സാഹചര്യത്തിൽ ജർമ്മൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ സമീപനത്തെയും റിപ്പോർട്ട് വിമർശിക്കുന്നുണ്ട്. ദീർഘകാല പരിഹാരങ്ങൾക്ക് പകരം പൊതുജനങ്ങൾക്ക് ഉടൻ കാണാനാകുന്ന ഫലങ്ങൾ നൽകുന്ന ഹ്രസ്വകാല അറ്റകുറ്റപ്പണികൾക്കാണ് മുൻഗണന നൽകുന്നതെന്നാണ് ആരോപണം. ഇതിലൂടെ പ്രശ്നത്തിന്റെ മൂല കാരണം പരിഹരിക്കപ്പെടാതെ തുടരുകയും സൈന്യത്തിന്റെ യഥാർത്ഥ പ്രവർത്തനശേഷി ദുർബലമാകുകയും ചെയ്യുന്നുവെന്നാണ് വിലയിരുത്തൽ. ഇതിനിടെയാണ് ജർമ്മനി വൻ സൈനിക പുനർനിർമ്മാണ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നത്. റഷ്യ ഉയർത്തുന്ന സുരക്ഷാ ഭീഷണി ചൂണ്ടിക്കാട്ടി പ്രതിരോധ ചെലവുകൾ വർദ്ധിപ്പിക്കുകയും യുക്രൈന് കൂടുതൽ സൈനിക സഹായം നൽകുകയും ചെയ്യുന്ന ബെർലിൻ യൂറോപ്പിലെ പ്രധാന സൈനിക ശക്തിയായി വീണ്ടും ഉയർന്നു വരാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പുതിയ ആയുധങ്ങൾ വാങ്ങുന്നതിലുപരി നിലവിലുള്ള സൈനിക ഉപകരണങ്ങൾ പ്രവർത്തന സജ്ജമായി നിലനിർത്തുക എന്നതാണ് ഇപ്പോൾ ജർമ്മനി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നാണ്. യുദ്ധത്തിന് ശേഷം പ്രതിരോധ ബജറ്റുകൾ കുത്തനെ കൂട്ടിയ യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം ജർമ്മനി ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ വേക്കപ്പ് കോളാണ്. ആധുനിക യുദ്ധമുഖത്ത് വിജയം ഉറപ്പാക്കാൻ ശതകോടികളുടെ അത്യാധുനിക ആയുധങ്ങൾ വാങ്ങി കൂട്ടുന്നത് വലിയൊരു പരസ്യം മാത്രമാണ്. എന്നാൽ യഥാർത്ഥ പ്രതിരോധം എന്നത് അവയെ വർഷങ്ങളോളം കേടുപാടുകൾ കൂടാതെ പരിപാലിക്കുകയെന്ന കഠിനമായ പരീക്ഷണത്തിലൂടെയാണ് രൂപപ്പെടുന്നത്. ഈ വിതരണ ശൃംഖലയിലെ ചെറിയൊരു വിള്ളൽ മതി എത്ര വലിയ മഹാസൈന്യത്തെയും നിമിഷ നേരം കൊണ്ട് നിലംപരിശാക്കാനെന്ന് ജർമ്മനിയുടെ നിലവിലെ സാഹചര്യം അടിവരയിടുന്നു. യുദ്ധഭൂമിയിലെ വിജയത്തിന് പിന്നിൽ ആരും കാണാതെ പൊതുവേദികളിൽ ആരും ചർച്ച ചെയ്യാത്ത ഒരു അദൃശ്യ ഘടകമുണ്ടെന്ന് ജർമ്മൻ അനുഭവം ലോകത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. പുറമേക്ക് പവർഫുൾ എന്ന് തോന്നിപ്പിക്കുന്ന വലിയ ടാങ്കുകളും യുദ്ധവിമാനങ്ങളും ഉണ്ടെങ്കിലും അവ കൃത്യസമയത്ത് പ്രവർത്തനക്ഷമമാക്കാൻ ആവശ്യമായ സ്പെയർ പാർട്സുകളും സാങ്കേതിക പിന്തുണയും ഇല്ലെങ്കിൽ അവ വെറും ഇരുമ്പ് കഷ്ണങ്ങൾ മാത്രമായി മാറുമെന്ന കൈപ്പേറിയ സത്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ജർമ്മനിയുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് പ്രതിരോധ മേഖലയിൽ വലിയ രീതിയിൽ പണം ഒഴുക്കുന്ന എല്ലാ ആഗോള ശക്തികൾക്കുമുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പാണ്. യുദ്ധങ്ങൾ എപ്പോഴും ജയിക്കുന്നത് ആയുധങ്ങളുടെ എണ്ണം കൊണ്ടല്ല, മറിച്ച് അവയുടെ നിരന്തരമായ കാര്യക്ഷമത കൊണ്ടാണ്. വലിയ ആയുധ കച്ചവടങ്ങളുടെ തിളക്കത്തിൽ വിതരണ ശൃംഖലയിലെ ഇത്തരം അടിസ്ഥാനപരമായ കാര്യങ്ങൾ വിസ്മരിക്കപ്പെടുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വരും നാളുകളിൽ യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ തെറ്റുകൾ തിരുത്തി ആയുധങ്ങളുടെ പരിപാലനത്തിനും സപ്ലൈ ചെയ്യാൻ ഭദ്രമാകുന്നതിനും മുൻഗണന നൽകുമോ? അതോ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ പാളിച്ചയായി ഇത് മാറുമോ എന്നത് വരും ദിവസങ്ങളിൽ ലോകം ഉറ്റുനോക്കുന്ന വലിയൊരു ചോദ്യചിഹ്നമാണ്.